ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രേഡ് 7-ലെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് 6 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇനി നമുക്ക് എക്സാമ്പിൾ 7 to 12 ചെയ്യാം. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. Can you tell which one is greater, 5 raised to 2 into 3 or 5 square whole raised to 3? നമുക്കിത് ചെയ്ത് നോക്കാം. 5 square into 3. 5 square എന്ന് പറഞ്ഞാൽ 5 into 5 into 3. 5 into 5 is 25. 25 into 3 equals to 75. ഇനി അടുത്ത നോക്കാം നമുക്ക് 5 square whole raised to 3. 5 square എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 3 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. 25 into 25 into 25 ചെയ്തു നോക്കാം നമുക്ക്. 25 into 25. 5 into 5 is 25. 5 here, 2 up. 2 into 5 is 10. 10 plus 2 is 12. 2 into 5 is 10. 0 here, 1 up. 2 into 2 is 4. 4 plus 1 is 5. 5 plus 0 is 5. 2 plus 0 is 2. 1 plus 5 is 6. ഇനി നമുക്ക് 625 25 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 625 into 25. 5 into 5 is 25. 5 here, 2 up. 2 into 5 is 10. 10 plus 2 is 12. 2 here, 1 up. 5 into 6 is 30. 30 plus 1 is 31. 2 into 5 is 10. 0 here, 1 up. 2 into 2 is 4. 4 plus 1 is 5. 2 into 6 is 12. 5 plus 0 is 5. 2 plus 0 is 2. 1 plus 5 is 6. 3 plus 2 is 5. 1 here. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. അതുകൂടെ എഴുതാം. 15,625. അപ്പോൾ നമുക്ക് എഴുതാം 15,625 ഈസ് ഗ്രേറ്റർ ദാൻ 75. Therefore, 5 square whole raised to 3 is greater than 5 square into 3. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് ടേംസ് ഇൻ ദ എക്സ്പോണൻഷ്യൽ ഫോം. എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാനായിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. 2 into 3 whole raised to 5. ഇങ്ങനെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 into 3 എന്നത് 5 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. നമുക്ക് എഴുതാം. ഇവിടെ നമ്മുടെ അടുത്ത് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഈ 2's എല്ലാം ഒന്ന് ഒന്നിച്ച് എഴുതാം. 2 into 2 into 2 into 2 into 2 into 3 into 3 into 3 into 3 into 3. ഇനി നമുക്കിത് എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതി കൊടുക്കാം. 2 raised to 5 into 3 raised to 5 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതുന്നതിനാണ് എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. ഈ പവർ 2-നും കൊടുത്തു 3-ക്കും കൊടുത്തു, അത്രയേ ഉള്ളൂ. 2 into 3 whole raised to 5 എന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം ഇത് 2 raised to 5 into 3 raised to 5 ആണെന്ന്. ഇവിടെ നമുക്ക് എല്ലാ സ്റ്റെപ്സും കാണിക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ ഇത്രയും എഴുതിയെന്നുള്ളൂ. നമ്മുടെ ഇൻട്രഡക്ഷനൊക്കെ കണ്ട കുട്ടികളല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2a whole raised to 4. ഇതിൻ്റെ ആൻസർ നമുക്കത് കണ്ടാൽ തന്നെ എഴുതാം. 2 raised to 4 into a raised to 4 എന്ന്. നമുക്കിവിടെ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യാം. 2a into 2a into 2a into 2a. ഇതിലെ 2's എല്ലാം ഒന്നിച്ച് എഴുതാം. 2 into 2 into 2 into 2 into a into a into a into a. ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം നമുക്ക്? 2 raised to 4 into a raised to 4. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം. -4m ഹോൾ ക്യൂബ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? -4 ക്യൂബ് ഇൻറ്റു എം ക്യൂബ്. ഇതാണ് അതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം. അങ്ങനെ എഴുതി കൊടുക്കാം. നമ്മളിവിടെ എന്ത് ചെയ്യും? സ്റ്റെപ്സ് എഴുതും അല്ലേ? അപ്പോൾ -4m ഇൻറ്റു -4m ഇൻറ്റു -4m ഈക്വൽസ് ടു
ഈ നെഗറ്റീവ് ഫോറുകൾ ഒന്നിച്ചെഴുതാം. -4 ഇൻറ്റു -4 ഇൻറ്റു -4 ഇൻറ്റു m ഇൻറ്റു m ഇൻറ്റു m. -4 ഹോൾ ക്യൂബ് ഇൻറ്റു m ക്യൂബ്. കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നോക്കാം. 3/5 ഹോൾ റേസ് ടു 4. എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാനായിരുന്നെങ്കിൽ നമ്മൾ 3/4/5 എന്ന് എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3/5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് എഴുതണം. സൊല്യൂഷൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് സോൾവ് ചെയ്യണ്ട. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. -4/7 ഹോൾ റേസ് ടു 5. എക്സ്പോണൻഷ്യൽ ഫോമിലാണെങ്കിൽ -4 ഹോൾ റേസ് ടു 5/7 റേസ് ടു 5 എന്ന് എഴുതാം. ഇനി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് -4 ഇൻറ്റു -4 ഇൻറ്റു -4 ഇൻറ്റു -4 ഇൻറ്റു -4 by 7 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 7. ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ? സോൾവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഇവിടെ എക്സ്പാൻഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എക്സ്പോണൻഷ്യൽ ഫോം ഫോർ 8 ഇൻറ്റു 8 ഇൻറ്റു 8 ഇൻറ്റു 8 ടേക്കിംഗ് ബേസ് ആസ് 2. ബേസ് 2 ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. 8 ഇൻറ്റു 8 ഇൻറ്റു 8 ഇൻറ്റു 8 ആണ്. ഇത് നമുക്ക് 8 റേസ് ടു 4 എന്ന് എഴുതാം. പക്ഷെ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ബേസ് 2 ആയിരിക്കണമെന്നാണ്. അപ്പോൾ നമുക്ക് 8 എന്നത് എങ്ങനെ എഴുതാം? 2 റേസ് ടു 3 എന്ന് എഴുതാലോ. എന്നിട്ട് ഹോൾ റേസ് ടു ഈ 4 ഇവിടെ എഴുതാം. ഇത് എന്ത് ഫോമിലാണുള്ളത്? a റേസ് ടു m ഹോൾ റേസ് ടു n എന്ന ഫോമിലാണല്ലോ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ a റേസ് ടു m ഇൻറ്റു n എന്ന് എഴുതാലോ. എന്ന് വെച്ചാൽ a റേസ് ടു mn. ഇവിടെ നമുക്ക് ബേസ് a എന്നതിന് പകരം 2 ആണുള്ളത്. അതുപോലെ തന്നെ എമ്മിന് പകരം 3 എഴുതാം, എന്നിന് പകരം നമുക്ക് 4 എന്ന് എഴുതാം. അപ്പോൾ a റേസ് ടു mn എന്നതിന് നമുക്ക് 2 റേസ് ടു 3 ഇൻറ്റു 4 എന്ന് എഴുതാം. ഈക്വൽസ് ടു 2 റേസ് ടു 3 ഇൻറ്റു 4 ഈസ് 12. ഇങ്ങനെ നമുക്ക് ബേസ് 2 ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഫോമിൽ 8 ഇൻറ്റു 8 ഇൻറ്റു 8 ഇൻറ്റു 8 എന്നതിന് എഴുതാൻ പറ്റി. എല്ലാവർക്കും മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ ആൻഡ് റൈറ്റ് ദ ആൻസർ ഇൻ ദ എക്സ്പോണൻഷ്യൽ ഫോം. ഇവിടെ നമ്മൾ ഈ തന്നിട്ടുള്ളതിനൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ്പോണൻഷ്യൽ ഫോമിൽ തന്നെ എഴുതി കൊടുക്കണം. ഓരോന്നായിട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് വൺ 3 റേസ് ടു 7 ബൈ 3 സ്ക്വയർ ഇൻറ്റു 3 റേസ് ടു 5. ഇവിടെ 3 റേസ് ടു 7 ബൈ 3 സ്ക്വയർ എന്ന് പറയുന്നത് a റേസ് ടു m ബൈ a റേസ് ടു n എന്ന ഫോമിലാണല്ലോ. a റേസ് ടു m ബൈ a റേസ് ടു n എന്ന് പറഞ്ഞാൽ a റേസ് ടു m മൈനസ് n എന്നാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ നമുക്കിത് ചെയ്യാം. ഇതറിയാത്തവരാണെങ്കിൽ നമ്മുടെ ഇൻട്രഡക്ഷൻ വീഡിയോ കാണണം, ശരിക്കും മനസ്സിലാക്കണം. ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആവും. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ആക്കി തരാം. 3 റേസ് ടു 7 മൈനസ് 2 എന്ന് എഴുതാം. 3 റേസ് ടു 7 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 5 ആണല്ലോ. അതിവിടെ എഴുതാം നമുക്ക്. 3 റേസ് ടു 7 ബൈ 3 റേസ് ടു 2 എന്നതിന് പകരമാണ് നമ്മൾ 3 റേസ് ടു 5 എന്ന് എഴുതിയത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള 3 റേസ് ടു 5 ഉണ്ട്. ഇത് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന ഫോമിലാണ്. നമുക്ക് a റേസ് ടു m പ്ലസ് n എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ബേസ് സെയിം ആയപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുത്തു. ഇവിടെ പവറും സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? a റേസ് ടു m ഇൻറ്റു b റേസ് ടു m ഈക്വൽസ് ടു ab ഹോൾ റേസ് ടു m എന്ന ലോ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഈ ഒരു ലോ ആണ് യൂസ് ചെയ്യുന്നത്. 3 റേസ് ടു 5 പ്ലസ് 5 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 3 റേസ് ടു 10 എന്ന് കിട്ടും.
മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. ഇവിടെ ഈ രണ്ട് ബേസും സെയിം ആണ്, പവറും സെയിം ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ബേസ് സെയിം ആയാൽ യൂസ് ചെയ്യുന്നതാണ്, ഇവിടെ ഇത് പവർ സെയിം ആയാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ലോ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്താൽ മതിയല്ലോ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 2⁵3 ഇൻറ്റു 2⁵2 ഇൻറ്റു 5⁵5. ആദ്യം നമുക്ക് 2⁵3 ഇൻറ്റു 2⁵2 നോക്കാം. 2⁵3 ഇൻറ്റു 2⁵2. ഇതിപ്പോൾ a⁻m ഇൻറ്റു a⁻n എന്ന ഫോമിലാണുള്ളത്. a⁻m പ്ലസ് n എന്നെഴുതാലോ. അപ്പോൾ ഇവിടെ എക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ആണ്. എമ്മിന് പകരം 3 എടുക്കാം, എന്നിന് പകരം 2 എടുക്കാം. 2⁵3 പ്ലസ് 2 എന്നെഴുതാലോ. ദാറ്റ് ഈസ് 2⁵5. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 2⁵5 ഇൻറ്റു 5⁵5 എന്നെഴുതാലോ. ഇപ്പോൾ ഇതുള്ളത് a⁻m ഇൻറ്റു b⁻m എന്ന ഫോമിലാണ്. അപ്പോൾ അതിന് നമുക്ക് ab⁻m എന്നെഴുതാം. ഇവിടുത്തെ a 2 ആണ്, b 5 ആണ്, m 5 ആണ്. അപ്പോൾ a ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 5⁻5 എന്നെഴുതാം. 2 ഇൻറ്റു 5 10 ആണ്, 10⁵5 എന്നാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6² ഇൻറ്റു 6⁴ ഡിവൈഡഡ് ബൈ 6�3. നമ്മൾ പഠിച്ച എക്സ്പോണൻഷ്യൽ ലോസ് എല്ലാതും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്, സെയിം ബേസ് ആണുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഡിവിഷനും വരുന്നുണ്ട് ഇവിടെ അല്ലേ. അതിനെല്ലാം നമ്മൾ ഓരോ ലോസ് പഠിച്ചു വെച്ചിട്ടുണ്ട്, ആ ലോസ് തന്നെ ഇവിടെ യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് 6² ഇൻറ്റു 6⁴ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. a⁻m ഇൻറ്റു a⁻n എന്ന ഫോമിലാണുള്ളത്. a⁻m പ്ലസ് n ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് 6⁴ പ്ലസ് 4 എന്നെഴുതാം, ഡിവൈഡഡ് ബൈ 6⁵3. ദാറ്റ്സ് ഈക്വൽസ് ടു 6⁵2 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 6 ആണ്, ഡിവൈഡഡ് ബൈ 6⁵3. ഇപ്പോൾ ഇതുള്ളത് a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന ഫോമിലാണ്. അപ്പോൾ നമുക്ക് a⁻m മൈനസ് n എന്നെഴുതാം. അപ്പോൾ ഇത് നമുക്ക് 6⁻6 മൈനസ് 3 ഈക്വൽസ് ടു 6⁻3 എന്നെഴുതാം. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. 2⁵2 3 ഇൻറ്റു 3⁶6 ഇൻറ്റു 5�6. ആദ്യം നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. 2⁵2 എന്നത് a⁻m⁴n എന്ന ഫോമിലാണുള്ളത്. എക്സ്പോണൻഷ്യൽ ലോ അനുസരിച്ചിട്ട് നമുക്ക് a⁻m ഇൻറ്റു n ഈക്വൽസ് ടു a⁻mn എന്നെഴുതാം അല്ലേ. 2⁵2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 2�6 എന്നെഴുതാലോ, ഇൻറ്റു 3�6 ഇൻറ്റു 5�6. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാലോ. 2�6 ഇൻറ്റു 3�6 എന്ന് പറഞ്ഞാൽ ബേസ് ഡിഫറൻ്റ് ആണ്, പവർ സെയിം ആണ്. a⁻m ഇൻറ്റു b⁻m എന്ന ഫോമിലാണ്. ab⁻m എന്നാണ് അതിൻ്റെ ലോ. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 3 6⁻6 ഇൻറ്റു 5�6 എന്നെഴുതാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ബേസ് ഡിഫറൻ്റ് ആണ്, പവർ സെയിം ആണ്. അപ്പോൾ ബേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ പവർ കൊടുക്കാം. ഇതേ ലോ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 6 ഇൻറ്റു 5 ഈസ് 30, 30�6. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. 8² ഡിവൈഡഡ് ബൈ 2⁵3. 8 നമുക്ക് 2⁵3 എന്ന് എഴുതാം അല്ലേ. 8 ഈക്വൽസ് ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണല്ലോ. 2⁵3 എന്ന് എഴുതാമല്ലോ. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അതിൻ്റെ സ്ക്വയറും കൊടുക്കാം നമുക്ക്. 8² എന്നല്ലേ. അപ്പോൾ 2⁵3 ഹോൾ സ്ക്വയർ
ഡിവൈഡഡ് ബൈ 2⁻³ എന്ന് എഴുതാം. ഇത് a⁻m ഹോൾ റേസ് ടു n എന്ന ഫോമിലാണ്. അതിൻ്റെ ലോ a⁻m ഇൻറ്റു n ഈക്വൽസ് ടു a⁻mn എന്നാണ്. അപ്പോൾ നമുക്ക് അതുപോലെ ഇതും ചെയ്യാം. 2⁻³ ഇൻറ്റു 2 ആയിരിക്കും. അത് 2⁻6 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2⁻3. 2⁻6 ഡിവൈഡഡ് ബൈ 2⁻3 എന്നത് a⁻m ഡിവൈഡഡ് ബൈ a⁻n എന്ന ഫോമിലാണ്. ഇത് നമുക്ക് a⁻m മൈനസ് n എന്ന് എഴുതാം. അതായത് 2⁻6 മൈനസ് 3. 2⁻3 ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവിടെ നമ്മുടെ അടുത്ത് സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തത് എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതാനായിരുന്നു. ഇപ്പം നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതിയാൽ പോരാ, നമ്മളത് സോൾവ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഒന്ന് ചെയ്ത് നോക്കാം. 12⁻4 ഇൻറ്റു 9⁻3 ഇൻറ്റു 4 ബൈ 6⁻3 ഇൻറ്റു 8⁻2 ഇൻറ്റു 27. ആദ്യം നമ്മൾ ഇതിലെ ഓരോ ടേംസും എടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതായത് 12⁻4 എന്നത് നമുക്ക് ഇങ്ങനെ എഴുതാലോ, 3 ഇൻറ്റു 4 ഹോൾ റേസ് ടു 4 എന്ന് എഴുതാം. അങ്ങനെ വെച്ചാൽ 3⁻4 ഇൻറ്റു 4⁻4 എന്നാണ്. ഇനിയും അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. 3⁻4 ഇൻറ്റു 2⁻2 ഹോൾ റേസ് ടു 4 എന്ന് എഴുതാം. ഈ 4ന് നമുക്ക് 2⁻2 എന്ന് എഴുതാലോ. ഇനി അത് വീണ്ടും നമുക്ക് 3⁻4 ഇൻറ്റു 2⁻8 എന്ന് എഴുതാം. a⁻m ഹോൾ റേസ് ടു n ഈക്വൽസ് ടു a⁻mn എന്ന ലോ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ 12⁻4 എന്നത് നമ്മൾ 3⁻4 ഇൻറ്റു 2⁻8 എന്ന് എഴുതി. ഇനി അടുത്തത് നമുക്ക് 9⁻3 നോക്കാം. 9⁻3 എന്നത് നമുക്ക് 3² ഹോൾ റേസ് ടു 3 എന്ന് എഴുതാലോ. 9നെ 3² എന്ന് എഴുതി, എന്നിട്ട് ഹോൾ റേസ് ടു 3 എന്ന് എഴുതി. ഇനി നമുക്ക് ഇതേ ലോ യൂസ് ചെയ്തിട്ട് 3⁻6 എന്ന് എഴുതാലോ ഇത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് 4 എഴുതാം. 2² എന്നും എഴുതാലോ. ഇനി അതെല്ലാം നമുക്ക് ഇങ്ങോട്ട് എഴുതി കൊടുക്കാം. അതായത് 12⁻4ന് പകരം 3⁻4 ഇൻറ്റു 2⁻8 എന്ന് എഴുതാം. 9⁻3ക്ക് പകരം 3⁻6 എന്ന് എഴുതാം. 4ന് പകരം നമുക്ക് 2² എന്നും എഴുതാം. ഇനി നമുക്ക് ഡിനോമിനേറ്ററും ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കൊടുക്കാം. അതായത് 6⁻3 എന്നത് നമുക്ക് 2 ഇൻറ്റു 3 ഹോൾ റേസ് ടു 3 എന്ന് എഴുതാം. ഇനി അത് 2⁻3 ഇൻറ്റു 3⁻3 എന്നാക്കാം. അതുപോലെ തന്നെ 8² എന്നത് നമുക്ക് 2⁻3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. 8 2⁻3 എന്ന് എഴുതി. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണല്ലോ 8. അപ്പോൾ അതിന് നമ്മൾ 2⁻3 എന്ന് എഴുതി. എന്നിട്ട് ഈ സ്ക്വയർ ഇതിന് ഹോൾ സ്ക്വയർ ആയിട്ട് കൊടുത്തു. ഇതും a⁻m ഹോൾ റേസ് ടു n എന്ന ഫോമിലാണല്ലോ. a⁻mn എന്ന ലോ തന്നെ ഇതിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 2⁻6 എന്നായി മാറും. 27 ഈക്വൽസ് ടു 3³ അതായത് 3 ഇൻറ്റു 3 ഇൻറ്റു 3. 3 ഇൻറ്റു 3 9 ആണ്. 9 ഇൻറ്റു 3 27. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നമ്മൾ. ഇനി ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് റീറൈറ്റ് ചെയ്യാം. 6⁻3 എന്നതിന് പകരം നമുക്ക് 2⁻3 ഇൻറ്റു 3⁻3 എന്ന് എഴുതാം. 8² പകരം നമുക്ക് 2⁻6 എന്ന് എഴുതാം. 27 പകരം 3⁻3 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഒരേ ബേസ് ഉള്ളതെല്ലാം അടുത്തടുത്ത് എഴുതി കൊടുക്കാം. അപ്പോൾ 3⁻4, പിന്നെ ഇവിടെ 3 ബേസ് ആയിട്ടുള്ളത് 3⁻6 ആണ്. പിന്നെ 2⁻8 ഇൻറ്റു 2⁻2. ഇത് രണ്ടും സെയിം ബേസ് ആണ്, ഇത് രണ്ടും സെയിം ബേസ് ആണ്. അതുപോലെ നമുക്ക് ഡിനോമിനേറ്ററിലും എഴുതാം. 3⁻3 ഇൻറ്റു 3⁻3 ഇൻറ്റു 2⁻3 ഇൻറ്റു 2⁻6. അപ്പോൾ ഇനി നമുക്ക് 3⁻4 ഇൻറ്റു 3⁻6 എന്നത് 3⁻4 പ്ലസ് 6 എന്ന് എഴുതാം അല്ലേ.
അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽസ് ടു എ റേസ് ടു എം പ്ലസ് എൻ എന്ന ലോ യൂസ് ചെയ്യാം. നമുക്ക് സെയിം ലോ തന്നെ നമുക്ക് 2⁸ പ്ലസ് 2 എന്നും യൂസ് ചെയ്യാം അല്ലേ. ഇനി അതുപോലെ ഡിനോമിനേറ്ററിലും 3⁻³ പ്ലസ് 3 ഇൻറ്റു 2⁻³ പ്ലസ് 6. ഇതെല്ലാം ഒന്നുകൂടെ സോൾവ് ചെയ്യാം. 3⁻4 പ്ലസ് 6 is 10 ഇൻറ്റു 2⁻8 പ്ലസ് 2 is 10 by 3⁻3 പ്ലസ് 3 is 6 ഇൻറ്റു 2⁻3 പ്ലസ് 6 is 9. ഇപ്പൊ നമുക്ക് 3⁻10ഉം 3⁻6ഉം a⁻m by a⁻n ഈക്വൽസ് ടു a⁻m മൈനസ് n എന്ന ഫോമിലാണ്. അത് നമുക്ക് എഴുതാം ഇങ്ങോട്ട്. 3⁻10 മൈനസ് 6 ഇൻറ്റു ഇതേ ലോ തന്നെ നമുക്ക് 2⁻10 by 2⁻9ഉം യൂസ് ചെയ്യാം. അപ്പോൾ 2⁻10 മൈനസ് 9 ഈക്വൽസ് ടു 3⁻10 മൈനസ് 6 is 3⁻4 ഇൻറ്റു 2⁻10 minus 9 is 2⁻1. That means 3⁻4 into 2. 3⁻4 എന്ന് പറഞ്ഞാൽ 3 into 3 into 3 into 3 into 2 equals to 3 into 3 is 9. 9 into 3 is 27. 27 into 3, 7 into 3 is 21. 1 here, 2 up. 2 into 3 is 6. 6 plus 2 is 8. 81. 81 into 2 equals to 1 into 2 is 2. 8 into 2 is 16. അപ്പോൾ നമ്മുടെ ആൻസർ 162 എന്നാണ്. എല്ലാവർക്കും ചെയ്തതെല്ലാം ക്ലിയർ ആയോ? നമ്മൾ പഠിച്ച എല്ലാ ലോസും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ ലോസ് പഠിച്ചത് അതെല്ലാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. 2⁻3 ഇൻറ്റു a⁻3 ഇൻറ്റു 5a⁻4. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആദ്യം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു a ഇൻറ്റു a ഇൻറ്റു a ഇൻറ്റു 5 ഇൻറ്റു a ഇൻറ്റു a ഇൻറ്റു a ഇൻറ്റു a. ഇനി ഇതിലെ ഇൻറ്റിജേഴ്സ് എല്ലാം അടുത്തടുത്ത് എഴുതാം നമുക്ക്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 പിന്നെ a ഇൻറ്റു a ഇൻറ്റു a ഇൻറ്റു a ഇൻറ്റു a ഇൻറ്റു a ഇൻറ്റു a. ഇനി ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 is 4. 4 ഇൻറ്റു 2 is 8. 8 ഇൻറ്റു 5 is 40. പിന്നെ 1 2 3 4 5 6 7 a's ഉണ്ട്. അപ്പോൾ നമുക്ക് 40a⁻7 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ആൻസർ. പെട്ടെന്ന് സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 ഇൻറ്റു 3⁻4 ഇൻറ്റു 2⁵5 by 9 ഇൻറ്റു 4 സ്ക്വയർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് എല്ലാ ടേംസും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 2 അതുപോലെ തന്നെ എഴുതാം. 3⁻4ഉം അങ്ങനെ തന്നെ എഴുതാം. 2⁵5ഉം എഴുതാം. ഡിവൈഡഡ് ബൈ 9 എന്നത് നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അതുപോലെ തന്നെ 4 സ്ക്വയർ എന്നതിന് നമുക്ക് 2 സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 2 ഇൻറ്റു 2 is 4. ഇങ്ങനെ എഴുതാം. a⁻m ഹോൾ n ഈക്വൽസ് ടു a⁻mn എന്ന ലോ ആണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തത്. ഇതിന് മുന്നുള്ള സൊല്യൂഷനിലും ഇൻട്രഡക്ഷനിലൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് കൂടുതൽ പറയാത്തത് കേട്ടോ. അതൊക്കെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ നമുക്ക് 9ന് പകരം ഇവിടെ 3 സ്ക്വയർ എന്ന് എഴുതാം ഇൻറ്റു 2⁻4 എന്ന് എഴുതാം. ഇനി നമുക്ക് ഒരേ ബേസ് ഉള്ളതെല്ലാം അടുത്തടുത്ത് എഴുതാം. അപ്പോൾ 2 ഇൻറ്റു 2⁵5 ഇൻറ്റു 3⁻4 എന്ന് വരും ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ 2⁻4 ഇൻറ്റു 3⁻2 എന്ന് വരും. ഇനി നമുക്ക് ഇത് രണ്ടും സോൾവ് ചെയ്യാം. 2 ഇൻറ്റു 2⁵5 a⁻m ഇൻറ്റു a⁻n എന്ന ഫോമിലാണല്ലോ അതുള്ളത്. അപ്പോൾ നമുക്ക് അതിന് a⁻m പ്ലസ് n എന്ന ലോ യൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ 2 ഇൻറ്റു 2⁵5 എന്നത് 2⁻m
ഇതിൻ്റെ ഒരു പവർ ഇവിടെ 1 ഉണ്ടായിരിക്കുമല്ലോ. 1 ആകുമ്പോൾ നമ്മൾ സാധാരണ എഴുതുന്നില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിവിടെ നമുക്ക് യൂസ് ചെയ്യണം. ഇവിടെ എമ്മിന് പകരം ഈ 1 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 2⁻1 + 5 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2⁻6. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് അത് റീറൈറ്റ് ചെയ്യാം. 2⁻6 × 3⁻4 2⁻4 × 3⁻2. ഇനി നമുക്ക് 2⁻6 2⁻4 എന്നത് a⁻m/a⁻n എന്ന ഫോമിലാണല്ലോ. a⁻m-n എന്ന ലോ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് അതുപോലെ ഇങ്ങോട്ട് എഴുതാം. ഇവിടെ നമുക്ക് 2⁻6 - 4 എന്ന് എഴുതാം അല്ലേ. ഇൻറ്റു അതേ ലോ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. 3⁻4 3⁻2 എന്നത് 3⁻4 - 2 എന്ന് എഴുതാം. 2⁻6 - 4 എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ, അതോടെ എഴുതാം. ഇൻറ്റു 3⁻4 - 2 ഈസ് 2. ഇങ്ങനെ കിട്ടി അല്ലേ. 2⁻2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 3⁻2 ഈസ് 9. 4 × 9 ഈസ് 36. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. ഇതിന് മുന്നുള്ള 6 എക്സാമ്പിൾസിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവർ കാണണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ വീഡിയോയെ കുറിച്ച് എല്ലാവരോടും പറയണേ. ഇനി വേഗം തന്നെ സൊല്യൂഷൻ വീഡിയോസുമായിട്ട് വരാം കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.